ഗുഡ് മോർണിംഗ്. ട്രിവാൻഡ്രത്ത് ട്രെയിനിങ്ങിന് പോകുന്നതിന് മുന്നേ നിലമ്പൂർ വന്നിട്ടുള്ള നിലമ്പൂർ വിശേഷം വ്ളോഗാണ് കേട്ടോ ഇന്ന്. ഇതാണ് ഞങ്ങളുടെ അമ്മ. വീഡിയോന് വേണ്ടിയല്ല, എല്ലാ ദിവസവും ചായ ഇട്ട് തരാറുണ്ട് കേട്ടോ. ഞാൻ വന്നത് പ്രമാണിച്ച് ഇന്നമ്മ ക്ലിനിക്ക് പോയില്ല കേട്ടോ. അമ്മമാരെന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ അടുപ്പിന്റെ സൈഡിലിരുന്ന് ഇങ്ങനെ സൊറ പറയുന്നത് എനിക്ക് മാത്രമാണോ ഒരു നൊസ്റ്റാൾജിയ, അത് എല്ലാവർക്കും അങ്ങനെ തന്നെയാണോ? വീട്ടിലെത്തിയ പിന്നെ ഞാനൊരു ചീഫ് ഫാർമസിസ്റ്റിന്റെ റോൾ അങ്ങ് എടുക്കും. ഒരു രസം. ഇതാണ് ഞങ്ങളുടെ വിനോദേട്ടൻ. മറ്റു പാൽക്കാരെ സംബന്ധിച്ചിടത്തോളം വിനോദേട്ടൻ ഒരു എക്സെപ്ഷൻ ആണ്. ആള് രാവിലെ 9 മണിയാകുമ്പോഴേക്ക് പാല് കൊണ്ടുവരും. ഇന്ന് രാവിലെ അസ്ത്രവും കഞ്ഞിയും ആയാലോ എന്നൊരു ചോദ്യം. അതെന്തെന്നാ അസ്ത്രം, നമ്മളെ നാട്ടിലൊന്നും ഇല്ലല്ലോ. ചേന, ചേമ്പ്, കാച്ചി ഇതെല്ലാം വേവിച്ച് നന്നായിട്ട് ഉടയ്ക്കണം. എന്നിട്ട് അതിനകത്ത് തേങ്ങ ചിരകിയതും ചുവന്നുള്ളി, വെളുത്തുള്ളി, ജീരകം, പച്ചമുളക് ഇതെല്ലാം കൂടെ അരച്ച് ചേർക്കും. മഞ്ഞൾപ്പൊടി ഇടും. എന്നിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വേണേൽ കടല പുഴുങ്ങിയത് അല്ലെങ്കിൽ വൻപയർ പുഴുങ്ങിയതൊക്കെ ചേർക്കണം. എന്നിട്ട് കുറച്ച് തൈര്, പുളിക്ക് കുറച്ച് തൈരും ചേർത്ത് ഉപ്പ് ചേർത്ത് ഒരു സ്പൂണിൽ കോരി കഴിക്കുന്ന രീതിയിലുള്ള ഒരു കറിയായിട്ട്. അത് കഞ്ഞിയുടെ കൂടെ കഴിക്കും. അസ്ത്രം എന്നാണ് അതിന് പേര് പറയാ. കഞ്ഞിയുടെ കൂടെ കഴിക്കാം. അപ്പൊ കഞ്ഞി കുറച്ചും കറി കൂടുതലായിട്ട് കഴിക്കും. കൊള്ളാം. ഞങ്ങളുടെ നാട്ടിലില്ല കേട്ടോ. അതെ. അപ്പൊ ഒരു പുതിയ കറി കഴിച്ചില്ലേ? പഠിച്ചു. ഇങ്ങനെ ചെയ്തതിന് കൊഴിക്കുക. കൊഴിക്കുക അതായത് ഇതിനകത്ത് ചെറിയ അരി അല്ലെങ്കിൽ മങ്കരി ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വരും. അത് ഇങ്ങനെ കൊഴിച്ച് ഇങ്ങനെ തട്ടി അടുത്ത ഒരു പാത്രത്തിലേക്കിട്ട് അങ്ങനെ വേർതിരിക്കാം. സോർട്ടി നെല്ലുകുത്തി അരിയുടെ ചോറും മീൻ മുളകിട്ടതുമാണ് ഉച്ചയ്ക്ക് കഴിക്കുന്നത്. ഇനി അമ്മ ഫാൻസ് വരുന്ന തോന്നട്ടോ. ഇതൊക്കെ അമ്മ ഓരോ പണിയെടുക്കുമ്പോ ഞാൻ ഇങ്ങനെ പയ്യെ തന്നെ ചൊറഞ്ഞു നടന്ന്. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അസ്ത്രവും കഞ്ഞിയും നാരങ്ങാച്ചാറും കൊഞ്ചച്ചാറും ആയിരുന്നു. അതൊക്കെ കൂട്ടി ഒരു പിടി അങ്ങോട്ട് പിടിച്ചു. ഈ നിറമുള്ള മീൻകറിക്ക് കണ്ണൂർ ഭാഗത്ത് പുളിമുളക് എന്നാ പറയാ. എന്റെ വീട്ടിലുണ്ടാക്കുമ്പോ കൂടുതലും തേങ്ങ അരച്ച മീൻകറിയാണ് ഉണ്ടാക്കാറ്. ഇതാണ് ആകാശേട്ടൻ, വലിയ റൈഡറാ. തൊട്ടടുത്ത നമ്പറാ M355 MESS. കാട് കണ്ടെങ്കിൽ കൂടെ കുടിക്കുമെന്ന് പറഞ്ഞ് നേരെ വിട്ടത് കരിമ്പുഴ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലേക്കാണ് കേട്ടോ. സമയം നട്ടുച്ചയാണ്, പക്ഷെ കണ്ടാ നട്ടുച്ചയാന്ന് തോന്നില്ലല്ലോ. ടിക്കറ്റ് എടുക്കണം ഇവിടുന്ന് 110 രൂപ, എഡൽട്ട് 35 ടൂ വീലറിന് 40 രൂപ. ആ വല്യേട്ടൻ സിനിമയിലുള്ള നിലമ്പൂർ കൂപ്പാണോ ഇത്? നിലമ്പൂര് വന്നിട്ട് തേക്കിന്റെ പരിപാടി എടുത്ത പൈസ ഉണ്ടാക്കിയത്. അഞ്ജലി, ഇത് ബ്രിട്ടീഷുകാരുണ്ടാക്കിയ പാലമാണ്. യെസ്, ഇത് ഇരുമ്പും പിന്നെ വേറെ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചുള്ള കൺസ്ട്രക്ഷനാണ്. റിവെറ്റ് അടിച്ചിട്ടുള്ള കൺസ്ട്രക്ഷനാണ്. ഇതിനാണ് റിവെറ്റ് എന്ന് പറയുന്നത്. ഈ സാധനം ഇതാണ് റിവെറ്റ്. ഇതിങ്ങനെ 2 പീസ് ചേർത്ത് വെച്ചിട്ട് ഇതിനപ്പുറം ഇപ്പുറം ഒരാണി ഇങ്ങനെ വെച്ചത് അടിച്ചിട്ട് ഇങ്ങനെ പരത്തും. അപ്പൊ ഇതിങ്ങനെ ആ സ്റ്റീലിന്റെ പീസാണ്. സ്റ്റീൽ ഇരുമ്പല്ല. എന്നാ ശരി, താൻ തന്നെ വീഡിയോ എടുത്തോ. അങ്ങനെ പറയല്ലേ, മണ്ടത്തിനെ പറയരുത്, ആൾക്കാർ ഇട്ട് നോക്കും. ഇത് ഇരുമ്പാന്ന് പറഞ്ഞതാ മനസ്സിലാക്കാൻ വേണ്ടി. ഇത് സ്റ്റീലിന്റെ മലയാളം പറഞ്ഞേ. സ്റ്റീലിന് മലയാളം ഇല്ല, ഇതല്ലേ അലോയ് അല്ലേ. എന്താ തോന്നണം ഇങ്ങനെ കിടക്കുമ്പോ? ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. ചെറുപ്പത്തില് അച്ഛനമ്മയുടെ കൂടെ ഞങ്ങൾ വരുമായിരുന്നു. ഇവിടെ ഇതിലിങ്ങനെ താഴേക്ക് ഇറങ്ങിയിട്ട് അവിടെ ഈ പാലത്തിനടിയിൽ ഒരുപാട് ആഴമില്ലാത്ത സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു. അവിടെ കുളിക്കാനൊക്കെ വരാറുണ്ടായിരുന്നു. കാലം ഒരുപാട് മാറിയല്ലേ, പ്രായമായി നമുക്ക്. ഈ കാടുകൾക്കകത്ത് നിന്നാണ് ഗുരുവായൂർ കേശവനെയും ഒക്കെ പൊക്കിയത്. ഗുരുവായൂർ കേശവനെയോ? ആ, ഈ കാടുന്നോ? യെസ്, അത് നിലമ്പൂർ കോവിലകത്തിന്റെ കീഴിലുള്ള ആനയാണ്. പണ്ട് മാപ്പിള ലഹളയുടെ സമയത്ത് പുള്ളി നൈസായിട്ട് മിസ്സായി പോയി. ആ, കോവിലകം ആക്രമിച്ച ആളുകൾ അതിനെ എങ്ങോട്ടോ മാറ്റി കെട്ടി. പിന്നെ സാധനം മിസ്സായി. അപ്പൊ അവിടുത്തെ തമ്പുരാട്ടി നേർന്നു കേശവനെ തിരിച്ചു കിട്ടുകയാണെങ്കിൽ ഗുരുവായൂർ നടക്കിരുത്താന്നു. അങ്ങനെ ഗുരുവായൂർ എത്തിയ ആനയാണ്.
നോ സ്വിമ്മിങ് അലൗഡ്. ചുമ്മാ ഒന്നല്ല എഴുതി വെച്ചേക്കുന്നത്. പണ്ട് ഇവിടെ ദേ അതിനകത്ത് ആ കാടിനകത്ത് ഒരു ഇൻസ്പെക്ഷൻ ബംഗ്ലാവ് ഉണ്ട്. അതിനകത്ത് മോഹൻലാലിൻ്റെ ഫോട്ടോഗ്രാഫർ സിനിമയൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്ത്. ഫോട്ടോഗ്രാഫറോ? മോഹൻലാലിൻ്റെ ഒരു സിനിമയുണ്ട് ഫോട്ടോഗ്രാഫർ. ആ പച്ചപ്പുൽച്ചാടി ആ പട്ടുള്ള സിനിമല്ലേ? ഇൻസ്പെക്ഷൻ ബംഗ്ലാവ് ഉണ്ട്. ആ അത് ബ്രിട്ടീഷുകാരുണ്ടാക്കിയതാ. അവിടുത്തെ സായിപ്പ് അങ്ങേരെ ഇവിടെ നൈസായിട്ട് കുളിക്കാൻ ഇറങ്ങി പുള്ളിവടിയായി. അതോടുകൂടി ഇത് അപ്പക്കട്ട മേഖലയായി പ്രഖ്യാപിച്ചു. കൊറേ നടന്നു, വയറ് വിശന്ന് കരിഞ്ഞു. വീട്ടിൽ ചെന്ന് എങ്ങനെയെങ്കിലും ചോറും മീൻകറിയും കഴിച്ചാൽ മതിയെന്നായി. വീട്ടിലുള്ള ഭക്ഷണത്തിനോട് ഈ ആക്രാന്തം തുടങ്ങിയത് ഹോസ്റ്റലിൽ എത്തിയപ്പോഴാട്ടോ. എരിവുള്ള വരട്ടിയ ബീഫും കൂട്ടി ചോറ് കഴിച്ചതിന് ശേഷം നേരെ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക്. ട്രെയിനിങ്ങിന് കൂട്ടു വിളിച്ചപ്പോൾ ഡിമാൻഡ് ഇറക്കിയെങ്കിലും കോവളത്താണ് ട്രെയിനിങ് എന്ന് പറഞ്ഞപ്പം പെട്ടിയും തൂക്കി വെക്കേഷൻ മോഡ് ഓണാക്കി കൂടെ പോന്നു കേട്ടോ. ബാക്കി തിരുവനന്തപുരം വിശേഷങ്ങളായി കാണാം. ബൈ. വയറിളകി നിൽക്കുന്ന ഒരു ഹസ്ബൻഡ്, ഒരു കുഴപ്പമില്ലാത്ത ഭാര്യ. ലോവർ ബർത്തുണ്ട്, അപ്പർ ബർത്തുണ്ട്. ഭർത്താവ് ലോവർ ബർത്തിൽ കിടക്കുന്നതല്ലേ ബുദ്ധി. മോളിന്ന് വലിഞ്ഞിറങ്ങുമ്പോഴത്തേക്ക് ശിവ ശിവ പോണം നേരത്തെ ആവും. മൊത്തം പൂക്കളാവും ഇതിനകത്ത്. അയ്യേ എന്നാ വേണ്ട.